പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പം നമ്മുടെ ആദിലിന്റെ സൈക്കിളില് നല്ല ചെറിയൊരു റൈഡിന് ഇറങ്ങിയാണ്. ഇന്ന് ഞായറാഴ്ച. ഇന്ന് എത്രാം തീയതി? 8-ാം തീയതി. നമ്മുടെ പുതിയ സൈക്കിൾ യൂട്യൂബിൽ ഇപ്പോഴാണ് കാണിക്കുന്നത്, പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിക്സി സൈക്കിളാണ്. നമ്മൾ ഇതിനു മുമ്പൊരു റോഡ് ബൈക്ക് കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു റോഡ് ബൈക്ക് തന്നെ എന്ന് പറയാം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതിന് ഹാൻഡിൽ ബാർ ഇല്ലാന്നുള്ളൂ. അപ്പം ഇപ്പോൾ സമയം 1:30 മണി. നല്ല വെയിലാണ്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ 4K-ലാണ് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ കോഴിക്കോട് ബീച്ച് ഭാഗത്തേക്ക് പോകാൻ പ്ലാനിങ് ആണ്. ഇതാണ് ആദിലിൻ്റെ സൈക്കിൾ. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഡെക്കാത്തലോൻ്റെ കാശ്മീർ പോകാൻ വേണ്ടി എടുത്ത സൈക്കിളായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നാട്ടിലൂടെ ഓടുന്നു. ഇപ്പം എന്തായാലും നേരെ പോവാം. ചേട്ടാ സൈഡ് ചെയ്തി ചേട്ടാ. നല്ല നട്ടുച്ച സമയം, നല്ല വെയിൽ. ഇത് കോഴിക്കോടുള്ള മൈജിൻ്റെ ടോപ്പസ്റ്റ് കേരളത്തിലെ മൈജിയുടെ നമ്പർ 1 സ്റ്റോർ. അതിൻ്റെ ബാക്കിലാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി വാങ്ങണം. ഇപ്പം നമ്മൾ അരയിടത്ത് പാലം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എടുത്തു. ഇത് നമ്മുടെ ഗോകുലം ഗ്രൂപ്പ്സിൻ്റെ മാളാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു ബാങ്കാണ് ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞ് കേട്ടത്. ബാങ്ക് ആണോ എന്നറിയില്ല. എന്തായാലും മാളുകളൊന്നും നോക്കണമല്ലോ. ഓ മാൻ, നട്ടുച്ചക്ക്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഹെൽമെറ്റ് ഇടാതെ റൈഡ് ചെയ്യരുത്. കുറേ അപകടങ്ങളൊക്കെ വരുന്നുണ്ട് ഇടാതെ റൈഡ് ചെയ്ത്. മാക്സിമം ഹെൽമെറ്റ് ഇട്ട് റൈഡ് ചെയ്യാം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ. അതേപോലെ ഇപ്പോൾ പെട്രോള് വില വർധനക്ക് എതിരെ നമ്മൾ സൈക്കിളൊക്കെ വാങ്ങി ചവിട്ടി പ്രതിഷേധിക്കാം. ഓക്കെ. എന്തായാലും കോഴിക്കോടുള്ള ആർക്കെങ്കിലും സൈക്കിൾ വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഷോപ്പിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഇടാം. അതിൽ കോൺടാക്ട് ചെയ്തിട്ട് സൈക്കിളിൻ്റെ എൻക്വയറീസ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ സിഗ്നലിൽ എത്തിയപ്പോൾ തന്നെ സിഗ്നൽ വീണു. എന്തായാലും നമ്മൾ സൈക്കിളാണെങ്കിലും റൂൾസൊക്കെ പാലിച്ചിട്ട് മെല്ലെ പോവാം. ഓക്കെ. 60 സെക്കൻഡ്സ്. എന്തായാലും ഗോപ്രോയിൽ നമുക്ക് മേഘങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതെ, ഞാൻ കാണുമ്പോൾ മേഘങ്ങളൊക്കെ കുറവാണ്, പക്ഷേ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും സിഗ്നൽ വിചാരിക്കാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് ഇവിടെ കോഴിക്കോട് ഫുള്ള് അടച്ചിരിക്കുക കേട്ടോ. ഫുള്ളും കഴിഞ്ഞ്. ഇപ്പം കടകൾ ഇപ്പോൾ ടൗണിലൊക്കെ ഒന്നുമില്ല. ബാക്കി എല്ലായിടത്തൊക്കെ അവശ്യ സാധനങ്ങളൊക്കെ തുറക്കുന്ന കടകളുണ്ട്. അവൻ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഫോണിലും കളിച്ച് വരിക. സിറ്റി ടവർ ഉണ്ട്. KSRTC മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് നല്ല നല്ല വ്ളോഗുകളൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയട്ടെ. ഇപ്പോൾ ഷോപ്പിൽ കയറിയതുകൊണ്ട് കുറച്ച് അവിടെ നിൽക്കണം. എന്നിട്ട് നമ്മളെ പുതിയ യാത്രകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. പുതിയ യാത്രകളൊക്കെ അപ്ഡേഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ സർപ്രൈസായിട്ട് ഒരു എപ്പിസോഡ് ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോൾ കോഴിക്കോടിൻ്റെ വികാരം എന്തിന്
BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളുള്ള ടൈമിന് ഇവിടെ വന്നാൽ കുറേ വായ നോക്കാൻ നിൽക്കുന്ന ചെക്കന്മാരെ കാണാം. റോഡൊക്കെ കാലി കേട്ടോ. ബാക്കിലിപ്പോൾ ആ ഒരു ബൈക്ക് മാത്രമേ തന്നെ. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ SM സ്ട്രീറ്റിലേക്ക് കയറാം. പിന്നെ അതേപോലെ മാനഞ്ചർ സ്ക്വയർ ഒക്കെ ഉറങ്ങി കിടക്കുക. ആദ്യമൊക്കെ ഞായറാഴ്ച ആവാൻ ആൾക്കാർ കാത്തിക്കുക. പുറത്തിറങ്ങി ഈ മാനഞ്ചർ സ്ക്വയർ ഫുള്ള് നിറഞ്ഞു കിടക്കണതാണ്. പക്ഷേ ഒറ്റ മനുഷ്യനില്ല. നമ്മളിപ്പോൾ ഇറങ്ങിയത് വരുന്നൊരു വ്ളോഗിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടിയുണ്ട്. അപ്പം വണ്ടീൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം അതിനു വേണ്ടി ഒരു മാർഗാർഡ് നോക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇറങ്ങിയത്. എന്നിട്ട് അങ്ങോട്ട് പോകണം. മെല്ലെ കഥയൊക്കെ പറഞ്ഞ് വരുന്നുള്ളൂ. സ്ട്രീറ്റിലൊന്നും ആരുമില്ല, ഉറങ്ങി കിടക്കണം. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുമ്പോൾ മനുഷ്യല്ലേ ഫുള്ള് ഉറങ്ങി കിടക്കട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ വികാരങ്ങൾ. കോഴിക്കോടിൻ്റെ സ്വന്തം മുഹബത്ത് എന്നൊക്കെ പറയാം. SM സ്ട്രീറ്റ്, സർബത്ത്, എല്ലാം സ്റ്റാൻഡ് നിൽക്കുന്നു. ഓ ഇങ്ങനൊക്കെ കിട്ടണമെങ്കിൽ കീബോർഡ് ഡൗൺലോഡ് ചെയ്തോ. ഓക്കെ, എന്തായാലും ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇത് ആദ്യൻ്റെ സൈക്കിളാണ്. ബിറ്റ്വീൻ്റെ 7 സ്പീഡ് സൈക്കിളാണ് കേട്ടോ. അപ്പോൾ റിവർ സൈഡ് എന്ന് പറഞ്ഞാൽ 125 മോഡൽ. ഇത് ഡെക്കാത്ലോണുണ്ട്, കോമണാണ്, 13 ഉറുപ്പിക റേഞ്ച് വരും. പിന്നെ അതേപോലെ ഇതാണ് ഞാനെടുത്ത സൈക്കിൾ. സൈക്കിൾ ഇത് മോണ്ട്രൻ്റെ ഫിക്സി സൈക്കിളാണ്. മോണ്ട്ര ഇത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഹെൽമെറ്റിൻ്റെ ബെല്ലിൻ്റെ സ്റ്റിക്കറാണ് ഞാൻ നല്ല നോക്കിച്ചിട്ട്. പിന്നെ നമ്മുടെ ലോഗോ അതും കയറ്റി. പിന്നെ ഇവിടെ ഫിക്സി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ആ സൈക്കിള്. ഫിക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിക്കുന്നത് പ്രൈസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് സാധാ ഫ്രീ വീല് വരും. മറ്റേത് പറയുമ്പോൾ ഫ്രീ വീല് സ്റ്റെക്കാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചവിട്ടാൻ പറ്റാം. എന്ന് വെച്ചാൽ ഈ ഒരു വീല് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടിട്ട് ചവിട്ടാം. എന്ന് വെച്ചാൽ ബ്രേക്ക് സിസ്റ്റമൊക്കെ ആ ഫ്രീ വീലിലാണ് വരിക. അപ്പോൾ ഇതിനാണ് ഫിക്സി എന്ന് പറയും. പിന്നെ ഹബ്ബ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. പിന്നെ സാധാ ഒരു ഹാൻഡിൽ ബാറാണ്. സാധാ ഇത് ഓറം നീളമൊന്നുമില്ല കേട്ടോ. ഞാൻ നീളം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടിച്ചാൽ കണ്ടോ, ഈ ഒരു ഡിഫറൻസ് വരും. നല്ല ഷോർട്ടായിട്ട് തോന്നുക. അപ്പോൾ കുറച്ചും കൂടി നീട്ടി വെച്ചാൽ എന്തായാലും നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇത്രയും ഭാഗം ഇതാണ് ഓവറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഒരു ഗ്യാപ്പ് ടച്ചുണ്ടോ പറഞ്ഞോണ്. നിലയിൽ ഇനി റോഡ് ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ കയറ്റാണ്. ഞങ്ങളിതിന് മുമ്പത്തെ വീഡിയോസിൽ ചെയ്ത പോലെ തന്നെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള സാധനം. ഓക്കെ, ഇതുപോലൊരു വൈബ് കിട്ടണമെങ്കിൽ എപ്പോഴാണ് കിട്ടുക? നമ്മളെന്തായാലും എപ്പോഴെങ്കിലൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു വൈബ് കിട്ടൂല. അവിടെ ഈ ഒരാളില്ലാത്തൊരു SM സ്ട്രീറ്റ് കിട്ടണമെങ്കിൽ ഈ ടൈമിനേ പറ്റുള്ളൂ. ഒറ്റ ആളിലൊക്കെ 2-3 ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് മാത്രം കാണാം. ഇത് നമ്മുടെ എസ്കേപ്പ് ടെക്കാട്. 1913 ജനനം, 1983 മരണം. എൻ്റെ സ്റ്റാച്ചു ആണ്. അധികം ആൾക്കാർ റൈഡ് കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ എസ്കേപ്പ് ടെക്കാറിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടൊക്കെ ആയിട്ട് പോവാ. എന്തായാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അല്ല സാധനം മാറി. നല്ല SM ഉള്ളിൽ കൂടെ ഒന്ന് പോയേക്കാം. ഓക്കെ, ഈ സൈഡിൽ കൂടെ കയറിയ പോയിരിക്കണ്ട. നല്ല സ്മൂത്തിൽ പോവാം. ഏറ്റവും കൊണ്ടും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഹെൽമെറ്റിൻ്റെ പറഞ്ഞല്ലോ. അപ്പം ആദ്യം ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ അടുത്ത് ഹെൽമെറ്റ് ഇരിക്കുക. അതുകൊണ്ടാണ് ഓൻ്റെ ഈ വീഡിയോയിൽ ഹെൽമെറ്റ് ഇടാതെ കാണുക കേട്ടോ. അപ്പോൾ മാക്സിമം ഹെൽമെറ്റ് സൈക്ലിങ്ങൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈക്ലിംഗ് ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. ലോകം തന്നെ കേട്ടോ കഥ.
ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ പച്ച ഷീറ്റ് ഇട്ടത് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് നമ്മുടെ എന്താണ് അവശ്യ സാധനങ്ങളായിട്ടുള്ള ബേക്കറീസ്, സ്വീറ്റ് കാര്യങ്ങളൊക്കെ, കോഴിക്കോടൻ ഹലുവ, എല്ലാ സാധനങ്ങളും